പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കൈക്ക് കൊത്തുക മാത്രമല്ല, അതേ കൈയിൽ പണമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും കൂടി ചെയ്താൽ എങ്ങനെയുണ്ടാകും? അത്തരമൊരു വിചിത്രമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ സംസാരിച്ചു വരുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല. $3 ബില്യൺ, അതായത് ഏകദേശം 25,000 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ കടം തിരിച്ചടയ്ക്കാൻ UAE ആവശ്യപ്പെട്ടതാണ് പാകിസ്ഥാനെ പ്രകോപിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു പാക് സെനറ്ററുടെ വിവാദമായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ബേചാര മജ്ബൂർ UAE എന്ന് പരിഹസിച്ചുകൊണ്ട് ഇയാൾ നടത്തിയ പ്രസ്താവന ഇത് കേട്ട് ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. ഈ 2026 ഏപ്രിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇത്രയും സങ്കീർണമായിരിക്കെ പാകിസ്ഥാൻ എന്തിനാണ് UAE ഇങ്ങനെ ചൊടിപ്പിക്കുന്നത്? നമുക്ക് ഈ ഒരു നാടകീയമായ സംഭവം ഒന്ന് വിശകലനം ചെയ്യാം. കാര്യം ഇതാണ്: പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്കിൽ UAE വർഷങ്ങളായി നിക്ഷേപിച്ചിട്ടുള്ള $3 ബില്യൺ ഈ മാസം തന്നെ തിരിച്ചു നൽകണമെന്ന് അബുദാബി ആവശ്യപ്പെട്ടു. സാധാരണയായിട്ട് പാകിസ്ഥാന്റെ സാമ്പത്തികാവസ്ഥ മോശമാകുമ്പോൾ UAE ഈ തുക തിരിച്ചു ചോദിക്കാതെ കാലാവധി നീട്ടി നൽകാറാണ് പതിവ്. ഇതിനെയാണ് സാങ്കേതികമായിട്ട് ഡെറ്റ് റോൾ ഓവർ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ UAE ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഒരു പരിഹാസ ചിരിയോടെ, വളരെ പുച്ഛത്തോടു കൂടിയായിരുന്നു പാക് സെനറ്ററുടെ ആ ഒരു വാക്കുകൾ വരുന്നത്. വെറും വാക്കല്ല, UAE ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനുള്ള ഒരു ആസൂത്രിത ശ്രമം പോലെയാണത് തോന്നിയത്. പാവം UAE, അവർക്ക് ഇപ്പോൾ പണത്തിന് വല്ലാത്ത കഷ്ടപ്പാടുണ്ട് എന്ന് തോന്നുന്നു. അതാകാം ഞങ്ങളോട് കടം തിരിച്ചടയ്ക്കാൻ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഇയാളുടെ ആ പരിഹാസം. അതായത് കടം വാങ്ങിയിട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ കടം തന്നവനെ പരിഹസിക്കുന്ന ഒരു ക്ലാസിക് റിവേഴ്സ് സൈക്കോളജി. കടം വാങ്ങിയവൻ കടം തന്നവന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു വിരോധാഭാസം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ബേചാര മജ്ബൂർ UAE എന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് കാലാകാലങ്ങളായിട്ട് തങ്ങളെ സഹായിച്ച ഒരു രാജ്യത്തോടുള്ള നന്ദികേടായിട്ടാണ് നയതന്ത്ര ലോകം ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് UAE പെട്ടെന്ന് ഈ ഒരു നിലപാടെടുത്തത്? ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2026 നിലവിലെ സാഹചര്യം ഇത് നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. ഈ യുദ്ധാന്തരീക്ഷത്തിൽ ഇറാനോട് പാകിസ്ഥാൻ കാണിക്കുന്ന ആ ഒരു മൃദു സമീപനം UAEയും അമേരിക്കയും അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക ഇളവുകൾ നിർത്തലാക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ട്. 1996 വാങ്ങിയ $450 മില്യൺ കടം വരെ ഇനിയും പാകിസ്ഥാൻ കൊടുക്കാനുണ്ട്. അതായത് കഴിഞ്ഞ 30 വർഷമായി ഒരു തുക കടമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നാണ് UAEയുടെ നിലപാട്. പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ സഹായിക്കാനോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ട്രംപ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനോട് കടം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരം വെറും $16 ബില്യൺ മാത്രമാണ്. അതിൽ നിന്ന് $3.5 ബില്യൺ പെട്ടെന്ന് UAEക്ക് നൽകേണ്ടി വരുന്നത് ആ ഒരു രാജ്യത്തെ കടുത്ത പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും നയിക്കും. എന്നിട്ടും ഞങ്ങൾ അഭിമാനികളാണ്, കടം ചോദിച്ചാൽ തിരിച്ചു നൽകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും ഉള്ളിൽ അവർ എത്രത്തോളം ആശങ്കയിലാണെന്ന് ലോകത്തിനറിയാം. മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ പണിയെടുക്കുന്ന മണ്ണാണ് UAE. ഇത്തരം വിവേകശൂന്യമായ പ്രസ്താവനകൾ നയതന്ത്ര ബന്ധങ്ങളെ തകർത്താൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. സത്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു കെണിയിലാണ്. ഒരു വശത്ത് IMF നൽകുന്ന കർശനമായ നിർദ്ദേശങ്ങൾ, മറുവശത്ത് സുഹൃദ് രാജ്യങ്ങൾ പോലും കൈവിടുന്ന സാഹചര്യം. കടം തിരിച്ചടയ്ക്കാമെന്ന് പാക് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. ഈ സാഹചര്യത്തിൽ പരിഹാസവും കളിയാക്കലും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. UAE ശരിക്കും വെറും ഒരു നിക്ഷേപകനല്ല, പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ നൽകുന്ന രാജ്യം കൂടിയാണ്. അബുദാബിയെ പരിഹസിക്കുന്നത് പ്രവാസികളുടെ സുരക്ഷയെയും ഭാവിയെയും പോലും ബാധിച്ചേക്കാം. സെനറ്ററുടെ ഈ ഒരു വൈറൽ വീഡിയോ ഇതിനകം തന്നെ UAEയിലെ നയതന്ത്ര കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വന്തം കയ്യിൽ ഒന്നുമില്ല എങ്കിലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഈ സ്വഭാവം പാകിസ്ഥാനെ എവിടെ എത്തിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. കടം തന്ന കൈക്ക് തന്നെ കൊത്തുന്നത് അത്ര നല്ല ലക്ഷണമാണോ? ട്രംപിന്റെ സമ്മർദ്ദവും UAEയുടെ കർശന നിലപാടും പാകിസ്ഥാൻ എങ്ങനെ മറികടക്കും? ഏപ്രിൽ 23 ഈ കടം തിരിച്ചടച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടേണ്ടി വരും. ഒരിക്കൽ ഷെയ്ഖ് സായിദ് എന്ന മഹാനായ ഭരണാധികാരി പാകിസ്ഥാനോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം മറന്നുകൊണ്ടാണ് ഇന്ന് അവിടുത്തെ നേതാക്കൾ സംസാരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയും നയതന്ത്ര മര്യാദയും കൈവിട്ടു പോകുന്ന പാകിസ്ഥാൻ ഇനി എങ്ങനെ ഈ ഒരു പ്രതിസന്ധി മറികടക്കും? UAE പരിഹാസത്തോടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.